ഓട്ടോമാറ്റിക് വാഹനങ്ങളിലെ ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ വെറും 18,000 കിലോമീറ്റർ ഓടിയ ഒരു ഹോണ്ട അമേസും അതേപോലെ 71,000 കിലോമീറ്റർ ഓടിയ ടാറ്റ ടിയാഗോയുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ കൊടുക്കുന്നുള്ളത്. 2022 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം വെറും 18,000 കിലോമീറ്റർ ഓൺലി ഓടിയ വാഹനമാണ് കേട്ടോ. ഇത് പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. എസ് വേരിയൻ്റാണ് വരുന്നത്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം കേട്ടോ. ഏതൊരു ഭാഗത്തും ചെറിയൊരു ടച്ചപ്പ് പോലും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. 2022 മോഡൽ ഹോണ്ട അമേസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറും കൂടിയാണ് ഈ റെഡ് കേട്ടോ. ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വാഹനം ഇറക്കുന്നത് അതേ ഒരു ക്വാളിറ്റി എന്തായാലും കിട്ടില്ല. അതിൻ്റെ ഏകദേശം ഒരു അടുത്ത് വരുന്നൊരു ക്വാളിറ്റി. പുതിയൊരു വാഹനം ഓട്ടോമാറ്റിക്കലി അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹോണ്ടയുടെ വാഹനമൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും അത്. വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാ ടയർ ഭാഗങ്ങളാണ് വരുന്നത് കേട്ടോ. ഒരു 40-50% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഏതൊരു ഭാഗത്തും ചെറിയൊരു മൈനറായിട്ടുള്ള ടച്ചിങ് പോലും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. വെറും 18,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമായതുകൊണ്ട് നമുക്ക് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യം ഏതൊരു സൈഡ് ഭാഗത്തും ഇല്ല കേട്ടോ. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ എല്ലാ സൈഡ് ഭാഗങ്ങളിലും കേട്ടോ. നമുക്ക് അടിഭാഗത്ത് ക്രോമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഏതൊരു ഭാഗത്തും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഒരു പുതിയൊരു വാഹനത്തിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നോക്കുന്നത് ആ ഒരു ഫീൽ വരുന്നൊരു വാഹനം തന്നെ കേട്ടോ. എസ് വേരിയൻ്റ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്, പെട്രോൾ എഞ്ചിനാണ്, സീറ്റ് വൈസൊക്കെ പക്ക കണ്ടീഷനാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. അത് നമുക്ക് ഗ്യാരണ്ടി തരുന്നതാണ് കേട്ടോ. എന്നാലും ഇതിൻ്റെ എൻജിൻ സൈഡ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പാർട്ടി യൂസ് വാഹനമാണ്. നമ്മൾ വാഷ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ക കണ്ടീഷനാണ്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ. അതേപോലെ 2019-20 രജിസ്ട്രേഷൻ വരുന്ന വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. എക്സാ പ്ലസ് ആയതുകൊണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കമ്പനി അലോയ്സ് കൊടുക്കുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ് ഇത്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മൈനറായിട്ടുള്ള 1-2 ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി യൂസ് വാഹനമാണ്. അതേ കണ്ടീഷൻ തന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40% തന്നെ ടയർ ഭാഗങ്ങളൊക്കെ വരുന്നുള്ളൂ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരുമ്പോഴേ കമ്പനി സീറ്റ് കവർ തന്നെ ഉള്ളത്. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്, സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട്, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്, റൂഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊരു AMT ഗിയർ ബോക്സാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ ബാറ്ററി പുതിയത് ചെയ്തതാണ് കേട്ടോ. ഫോർഡിൻ്റെ ബാറ്ററിയാണ് ചെയ്തിട്ടുള്ളത്. ഏതൊരു ഭാഗത്തും ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കലൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ CVT ഗിയർ ബോക്സും AMT ഗിയർ ബോക്സാണ് വരുന്നത് കേട്ടോ. 2022 മോഡൽ 18,000 കിലോമീറ്റർ ഓൺലി ഓടിയ വാഹനം. ഒരു 75,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാകും. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഫൈനലായിട്ട് 7,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. ഓട്ടോമാറ്റിക്കാണ് വരുന്നതും ഈ 2 വാഹനങ്ങളും. അതേപോലെ AMT ഗിയർ ബോക്സിൽ 2019 മോഡൽ 2020 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ടാറ്റ ടിയാഗോ എക്സാ പ്ലസ് ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 4,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. 71,000 കിലോമീറ്ററാണ് ഓടിയില്ല കേട്ടോ. അപ്പോൾ ഈ 2 വാഹനങ്ങളും മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളില്ലാതെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.